ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. എനിക്ക് നല്ല രീതിയിൽ തന്നെ പനി അടിച്ചു. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തെ വീഡിയോസ് നമ്മൾ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം പനി അടിച്ചു കഴിഞ്ഞാലും വീഡിയോ ഇടുന്നതിൽ നമ്മളെ ആരും തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് ശോകമായിരിക്കും. മാനേജ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പനിയൊക്കെ മാറിയിട്ട് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ പഴയ സ്റ്റൈലിലേക്ക് തിരിച്ചു പോകാമെന്ന് തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആഴ്ച നമുക്ക് ഒത്തിരിയധികം പുതിയ കുറേ മൂവി അപ്ഡേറ്റ്സ്, ന്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണേ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും സമയമൊന്നും കളയുന്നില്ല, നേരെ നമുക്ക് തുടങ്ങിക്കളയാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കുറേയധികം പുതിയ സിനിമകളുടെ ട്രെയിലേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട തന്നെ യെസ്, നമ്മുടെ മോർണിംഗ് ടൈം ഈസ് ബാക്ക്. ജെറാഡ് ലെറ്റോ ഈസ് ബാക്ക് വിത്ത് ത്രോൺ എയറീസ് ട്രെയിലർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത് അടുത്തൊരു മോർണിംഗ് ടൈം ആകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ട്രെയിലറിലേക്ക് നമ്മൾ നോക്കിയാൽ ട്രോൺ എയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിമിൻ്റെ ഓൾമോസ്റ്റ് എന്താ പറയുക, അതിൻ്റെ CG ആണെങ്കിൽ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ആണെങ്കിലും നല്ല കിടിലനായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ത്രോൺ ഫിലിം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡും കൂടി തന്നെയാണ്. ആൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം കൂടി തന്നെയായിരിക്കും. ബാക്കി കാര്യങ്ങൾ സിനിമയുടെ റിലീസിനോട് അടുത്തെത്തുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ട്രെയിലേഴ്സ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ജെറാഡ് ലെറ്റോ ഇത് മോർണിംഗ് ടൈം ആക്കില്ലെന്ന് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ട്രെയിലേഴ്സിന്റെ ഒരു ചാകര തന്നെയായിരുന്നു. അതിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ട്രെയിലർ തന്നെയായിരുന്നു മോർട്ടൽ കോംബാക്റ്റിന്റെ 2ാം പാർട്ടിന്റെ ട്രെയിലർ. ആൻഡ് ഈ ഒരു ട്രെയിലറിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊന്നുമല്ല, ജോണി കേജിനെ അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബുച്ചർ അണ്ണൻ തന്നെയാണ്. യെസ്, കാൾ അർബൻ ആണ് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത്. ആൻഡ് ട്രെയിലറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാൾ അർബൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ ഹീറോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ട്രെയിലറും കാണാൻ കഴിഞ്ഞേക്കണേ. പിന്നെ നമുക്കറിയാലോ മോർട്ടൽ കോംബാക്റ്റിന്റെ പടം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം ബ്രൂട്ടാലിറ്റിയും ഫെയ്റ്റാലിറ്റിയും ഗെറ്റ് ഓവർ ഹിയർ എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് പാർട്ട് അവരെന്തായാലും നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഓരോ ഫാൻസിനെ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ട്രേഞ്ചർ തിങ്സിന്റെ 5ാമത്തെ സീസന്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന തന്നെയാണ്. യെസ്, ഇതൊരു ഫൈനൽ സീസൺ ആണെന്ന് തന്നെയാണ് നമുക്ക് ഡഫർ ബ്രദേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു പുതിയ ട്രെയിലർ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി എന്താണ് ഈ ഒരു സീസണിനകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് ആകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു കൺഫെഷനിലേക്ക് നമുക്ക് നോക്കാം. അത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്തും തന്നെയാണ്. റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഹെൻറി കാവലിനെ പുതിയ DC യൂണിവേഴ്സിലേക്ക് നിങ്ങൾ എടുക്കാതെ പോയിട്ടുണ്ടായിരുന്നത്, ഈവൻ ഹെൻറി കാവൽ തിരിച്ചു വന്നിട്ട് പോലും എന്ത് പറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ജെയിംസ് ഗൺ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി ആദ്യം WB ആയിട്ട് ഡീല് വെച്ച സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു യങ്ങർ വേർഷൻ ഓഫ് സൂപ്പർമാന്റെ സ്റ്റോറിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബ്ലാക്ക് ആഡത്തിനകത്ത് ഹെൻറി കാവലിനെ അവർ തിരിച്ചു കൊണ്ടുവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ജെയിംസ് ഗണ്ണിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെയിംസ് ഗൺ ഹെൻറി കാവലിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരനോട് നേരിട്ട് തന്നെയാണ് ജെയിംസ് ഗൺ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ ഹെൻറി കാവലിന്റെ സൂപ്പർമാനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ കുറച്ചും കൂടി ഒരു യങ്ങർ ആയിട്ടുള്ള ഒരു സൂപ്പർമാനെയാണ് ഇനി വരാൻ പോകുന്ന DC യൂണിവേഴ്സിലേക്ക് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹെൻറി കാവൽ അത് നല്ലൊരു ജെന്റിൽമാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ അത് മനസ്സിലാക്കിയെന്നാണ് ജെയിംസ് ഗൺ പറയുന്നത്. ആൻഡ് ഹെൻറി കാവൽ ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ജെയിംസ് ഗണ്ണിനോട്. അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് അനൗൺസ് ചെയ്യരുത്, എനിക്ക് എന്റെ ഫാൻസിനോട് ഇത് അനൗൺസ് ചെയ്യണം. അതായത് ഞാൻ ഇനി സൂപ്പർമാനായിട്ട് DCക്കകത്ത് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം, ആ ഒരു കാര്യം മാത്രമേ ഹെൻറി കാവൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ജെയിംസ് ഗൺ പറയുന്നുണ്ടായിരുന്നു അതായത് ഇനി ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിനകത്ത് ഹെൻറി കാവലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ താല്പര്യം ഉണ്ടെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ജെയിംസ് ഗൺ മറ്റൊരു വലിയൊരു കാര്യം കൂടി അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഹെൻറി കാവലിന്റെ ആ ഒരു കേസിൽ സംഭവിച്ചത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. മേ ബി ഫ്യൂച്ചർ പ്രൊജക്ടിനകത്ത് ഹെൻറിയെ ഞങ്ങൾ ആ ഒരു ക്യാരക്ടറിന്റെ യൂസ് വന്നതിനെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു കൺഫെഷൻ കേട്ടിട്ട്? നിങ്ങൾ ആക്ച്വലി ജെയിംസ് ഗണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതോ ഹെൻറി കാവൽ ഒരു ജെന്റിൽമാൻ ആയിട്ട് പുള്ളിക്കാരൻ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസിഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സൂപ്പർമാൻ സിനിമ ഇപ്പൊ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഓൾമോസ്റ്റ് നല്ല കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ സൂപ്പർമാൻ സിനിമ വന്നതിന് ശേഷം ഹെൻറി കാവലിന്റെ മാൻ ഓഫ് സ്റ്റീൽ സിനിമയുടെ വാച്ച് ടൈം അല്ലെങ്കിൽ ആ ഒരു സിനിമ വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം
118% ഇൻക്രീസ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എത്ര ഹയർ വോളിയത്തിലാണ് ആൾക്കാർ ഇപ്പോൾ മാൻ ഓഫ് സ്റ്റീൽ കൺസ്യൂം ചെയ്യണേ എന്നുള്ളൊരു കാര്യം. ചില ആൾക്കാരൊക്കെ നമ്മൾ ആക്ച്വലി റെഡിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർമാൻ സിനിമയുടെ തിയേറ്ററിനകത്ത് തന്നെ ഇരുന്ന് മാൻ ഓഫ് സ്റ്റീൽ സിനിമ വാച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് 2013 ആ ഒരു സിനിമയ്ക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു അംഗീകാരം ഇപ്പോൾ ലഭിക്കുന്നത് അത് ഒരു രീതിയിൽ നോക്കിക്കാൻ ഭയങ്കര സഹതാപകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഹെൻറിക്ക് അന്ന് കിട്ടേണ്ട ആ ഒരു വാലിഡേഷൻ അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി മാൻ ഓഫ് സ്റ്റീലിന്റെ കാര്യം വെച്ചിട്ട് നമുക്ക് നേരെ വുമൺ ഓഫ് സ്റ്റീലിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് റീസെന്റ് നമുക്ക് എക്സിൽ കൂടി ജെയിംസ് ഗൺ തന്നെ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മിലി ആൽകോക്കിന്റെ ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു പോസ്റ്ററിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ലുക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് ലുക്ക് ഔട്ട് എന്നുള്ളൊരു ക്യാപ്ഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് നമുക്കറിയാം എന്താണെങ്കിലും സൂപ്പർ ഗേളിന്റെ കൂടെ ക്രിപ്റ്റോയും തിരിച്ചു വരുന്നത് തന്നെയാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് മിക്കവാറും നമുക്ക് ജേസൺ മെമ്മോയുടെ ലോബോയെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ജെയിംസ് ഗണ്ണ് വണ്ടർ വുമനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതാണ് പ്രയോറിറ്റി നമ്പർ 1. അതിനുശേഷം ആരെ കാസ്റ്റ് ചെയ്യണു എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഗാൽ ഗഡോയെ നിങ്ങൾ ഇനി ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇനി നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ക്രിസ്റ്റഫർ നോളന്റെ ഓഡിസി സിനിമയെ കുറിച്ചാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഐമാക്സ് 70mm സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കറന്റ് സെയിലാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയൊന്നും നമുക്ക് എന്താണെങ്കിലും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ക്രിസ്റ്റഫർ നോളന്റെ കോൺഫിഡൻസ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഫിലിമിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് അവർ ആക്ച്വലി ടിക്കറ്റ് സെയിൽ വരെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഇനി നമുക്ക് നേരെ നമ്മുടെ സോണി വേഴ്സിലെ നമ്മുടെ സ്പൈഡർമാൻ സിനിമയായിട്ടുള്ള സോണിയുടെ സ്പൈഡർമാൻ ബിയോണ്ട് ദ സ്പൈഡർ വേഴ്സ് പറഞ്ഞ സിനിമ അവര് ജൂൺ 2027 മൂവ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ വൺ പൊളിയായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് തന്നെയാണ്. അവർ ഡിലേ ചെയ്താലും കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ തന്നെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു എൻഡിങ്ങും കിട്ടട്ടെ നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനി നമുക്ക് നേരെ MCUവിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ ഒരു ഫസ്റ്റ് റിയാക്ഷനും ഫസ്റ്റ് റിവ്യൂസും എല്ലാം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയണം ഫസ്റ്റ് അതിന്റെ പ്രീമിയർ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഫിലിമിനകത്തുള്ള വിഷ്വൽസ് വൺ പൊളിയാണ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് വൺ പൊളിയാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയണേ. ഇതാ ഞാൻ ആദ്യം പറയണേ, ഇത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇത് നമുക്ക് ഫസ്റ്റ് പ്രീമിയറിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതെന്താണെങ്കിൽ സിനിമ ഇറങ്ങി പബ്ലിക്കിലേക്ക് അവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ആക്ച്വലി സത്യമാണോ അല്ലെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇതാണ് നമുക്ക് ആ ഒരു പ്രീമിയറിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ഫസ്റ്റ് ഏർലി റിയാക്ഷൻസും റിവ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു റീലിനകത്ത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫാന്റാസ്റ്റിക് ഫോർ ഈ ഒരു സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനകത്ത് നമുക്ക് RDJയുടെ ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടറിനെ കാണാൻ കഴിഞ്ഞാൽ ഏത് ലെവലായിരിക്കും ഈ ഒരു സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നുള്ളൊരു കാര്യം. ആൻഡ് റീസെന്റ് അത് ഏകദേശം നമുക്ക് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ തന്നെ അത് കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ യു വിൽ ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് ഡൂംസ്ഡേ ഇൻ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് പുള്ളിക്കാരൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ ഷൂട്ടിംഗ് അവർ രണ്ടാമത് കുറച്ച് റീഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. സോ ചിലപ്പോൾ നമുക്ക് RDJ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം. കാരണം അതാണ് ബെസ്റ്റ് വേ എന്നാണ് എനിക്ക് തോന്നുന്നത്, ആൾക്കാർ ഹൈപ്പ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ അതാണോ നിങ്ങൾ ഈ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ പ്രതീക്ഷിക്കുന്നത് ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്റെ സൗണ്ട് വൺ ശോകമായി അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.